ഗാസയിലെ സംഘർഷം വീണ്ടും രൂക്ഷമാകുന്നു. ഇസ്രായേൽ സൈന്യത്തിന്റെ ടാങ്കുകൾ ഗാസ സിറ്റിയുടെ അതിർത്തിയിലേക്ക് കടന്നു. ഗാസ സിറ്റിയിലെ യബാദ് അൽ റഹ്മാൻ പ്രദേശത്തേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ നിരവധി ആളുകൾക്ക് സൈനിക നടപടിയിൽ പരിക്കേറ്റതായ റിപ്പോർട്ടുണ്ട്. ഹമാസിന്റെ ശക്തി കേന്ദ്രമായ ഗാസ സിറ്റി പിടിച്ചെടുക്കുക, ബന്ദികളെ മോചിപ്പിക്കുക എന്നതാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ മുൻപിലുള്ള ലക്ഷ്യം. ഒഴിഞ്ഞുപോകണമെന്ന് മുന്നറിയിപ്പ് കൊടുത്തിരുന്നുവെങ്കിലും ഗാസ സിറ്റിയിലേക്കുള്ള ഇസ്രായേൽ സൈന്യത്തിന്റെ കടന്നുവരവ് വളരെ പെട്ടെന്നായിരുന്നു. ആകസ്മികമായി ടാങ്കുകൾ കടന്നുവെന്നും പൊട്ടിത്തെറികളുടെ ശബ്ദം ഉയർന്നതായും ആളുകൾ കൂട്ടത്തോടെ രക്ഷപ്പെടുന്നത് കണ്ടതായും അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഗാസ സിറ്റിയിൽ പുതിയ വലിയ ആക്രമണം ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്നും ഹമാസിന്റെ അവസാന കോട്ടയാണിതെന്നും ജനങ്ങളെ ഒഴിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്നും ഇസ്രായേൽ സൈനിക വക്താവ് മുൻപ് അറിയിച്ചിരുന്നു. സൈന്യത്തിന്റെ മുന്നറിയിപ്പ് അവഗണിച്ച് നിരവധി ആളുകൾ ഇപ്പോഴും ഗാസ സിറ്റിയിൽ തുടരുന്നുണ്ട്. അതേസമയം വൈറ്റ് ഹൌസിൽ ഗാസ വിഷയത്തെക്കുറിച്ച് നിർണായക യോഗം നടന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധ്യക്ഷത വഹിക്കുകയും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഗിദയോൺ സാറും കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. അതേ തുടർന്ന് ഗാസ സിറ്റിയിൽ നിന്നും ഇസ്രായേൽ ടാങ്കുകൾ ജബാലിയ മേഖലയിലേക്ക് മടങ്ങിയെങ്കിലും ഗാസ സിറ്റിയുടെ കിഴക്കൻ ഭാഗങ്ങളായ ഷെജായ, സെയ്ദൂൺ, സബ്ര മേഖലകളിൽ ഭീകരമായ വ്യോമാക്രമണം തുടരുകയാണ്. അതേസമയം ഹമാസിന്റെ വെസ്റ്റ് ഗാസ ഇന്റലിജൻസ് തലവൻ മഹൂദ് അൽ ആസ്വാദ് കൊല്ലപ്പെട്ടുവെന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയെങ്കിലും ഹമാസ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. അതേപോലെ വാഷിംഗ്ടണിലെ യോഗത്തിന് ശേഷം ഇസ്രായേൽ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയത് ഗാസയ്ക്ക് ശേഷം പാലസ്തീൻ രാജ്യത്തിന് ഒരിക്കലും പദ്ധതിയില്ല എന്ന ശ്രദ്ധേയമായ കാര്യമാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.